Hello, welcome to Lit Compass. Today we are going to discuss about historicizing disability in India, questions of subject and method by Shilpa Anand. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസേബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് എബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ആക്സസ് ഇൻ സംതിങ്. ഇതൊരിക്കലും മെഡിക്കൽ റീസൺസ് മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഈ ഒരു ഡിസേബിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെസ്റ്റിൽ റേസിസം എന്ന് പറയുന്നത് ഡിസേബിലിറ്റി ആയിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. കാരണം അവർ വൈറ്റ് അല്ല, ബ്ലാക്ക് ആണ്. അപ്പം അവർ വൈറ്റ്സിനേക്കാൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നുള്ളൊരു തോട്ടാണത്. പിന്നെ ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ഡിസേബിലിറ്റിയുടെ ഭാഗമായിട്ടായിരുന്നു വെസ്റ്റിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് ഡിസേബിലിറ്റി സ്റ്റഡീസ്. അതായത് ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി ഫാക്ടേഴ്സിൻ്റെ ഒരു റിസൾട്ടാണ്. അല്ലാതെ മെഡിക്കൽ കണ്ടീഷൻസ് മാത്രമല്ല ഇതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഈ ഡിസേബിലിറ്റി സ്റ്റഡീസ് ചലഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല, മറിച്ച് സൊസൈറ്റി ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യണം. അവർ ഡിസേബിൾഡ് ആണ്, ബാക്കിയുള്ളവരൊക്കെ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ഒരു ബാരിയർ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിസേബിലിറ്റി ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. സോ ഡിസേബിലിറ്റി ഈസ് ഷേപ്ഡ് ബൈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ നോർമൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൂടിയിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. കാരണം ആരാണ് ഈ നോർമലായിട്ടുള്ളത് എന്നൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആരാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, എന്തിന് എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസും ഈ ഡിസേബിലിറ്റി സ്റ്റഡീസിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. Her essay examines how the history of disability has been written in India. അതായത് ഇന്ത്യൻ സ്കോളേഴ്സ് എല്ലാവരും വെസ്റ്റേൺ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ മെത്തേഡ്സ് എല്ലാം ഡയറക്റ്റ്ലി എടുത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെദർ ഈ ഐഡിയാസ് എല്ലാം ഇന്ത്യൻ കൾച്ചറിനും ഹിസ്റ്ററിയുമായിട്ട് സ്യൂട്ട് ആകുമോ എന്നൊന്നും നോക്കാതെ അവരുടെ മെത്തേഡ്സ്, വെസ്റ്റേൺ ഐഡിയാസ് എല്ലാം എടുത്ത് ഇന്ത്യയിലെ ഡിസേബിലിറ്റീനെ കുറിച്ച് പഠിക്കാനായിട്ട് അവർ അപ്ലൈ ചെയ്യുകയാണ്. ശിൽപ ആനന്ദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിസേബിലിറ്റി ഈസ് നോട്ട് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. അതായത് എല്ലായിടത്തും അവ ഒരേപോലെ ആയിരിക്കത്തില്ല. എല്ലാ സൊസൈറ്റിയിലും അവരുടേതായിട്ടുള്ള ഒരു വേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവരുടെ ആ ഒരു ബോഡിലി അല്ലെങ്കിൽ മെൻ്റൽ ഡിഫറൻസസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് എല്ലാ സൊസൈറ്റീസിനും അവരുടേതായിട്ടുള്ളൊരു വേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ വെസ്റ്റേൺ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുകയല്ല വേണ്ടത്. ഈ എസ്സേ തുടങ്ങുന്നത് ഈ ഒരു മെയിൻ പ്രോബ്ലത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഈ ഡിസേബിലിറ്റി സ്റ്റഡീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് US-ലും ബ്രിട്ടനിലുമാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഓഫ് ഡിസേബിലിറ്റി ഈസ് ബേസ്ഡ് ലാർജ്ലി ഓൺ വെസ്റ്റേൺ എക്സ്പീരിയൻസസ്. അതായത് വെസ്റ്റേൺ എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഡിസേബിലിറ്റി എഴുതിയിരിക്കുന്നത്. ഡിസേബിലിറ്റീനെ അവരുടേതായിട്ടുള്ള ഈവൻസ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി, മെഡിക്കൽ സയൻസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡിസേബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ ഡിസേബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഐഡിയാസ് എല്ലാം പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്കോളേഴ്സ്, അതായത് ഇന്ത്യ പോലെയുള്ള കൺട്രീസിലെ സ്കോളേഴ്സ് ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ്ലി എടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. അവരുടേതായിട്ടുള്ള ഒരു ഡിസേബിലിറ്റിയുടെ ഹിസ്റ്ററിനെ മനസ്സിലാക്കാതെ വെസ്റ്റേൺ ഹിസ്റ്ററിനെ എടുത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ വെച്ച് അപ്ലൈ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ശിൽപ ആനന്ദ് പറയുന്നത് ഇതൊരു സീരിയസ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹിസ്റ്ററി ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യയുടെ കൾച്ചറും റിലീജിയനും ട്രഡീഷനും സോഷ്യൽ പ്രാക്ടീസസും എല്ലാം യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡിസേബിലിറ്റി വെറുതെ വെസ്റ്റേൺ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണോ ആ ബോഡ്ലി ഡിഫറൻസസിനെയൊക്കെ പറ്റിയിട്ട് പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് എന്നുള്ള ബേസിസിൽ വേണം ഡിസേബിലിറ്റി സ്റ്റഡീസിനെ കുറിച്ച്, ഇന്ത്യൻ ഡിസേബിലിറ്റി സ്റ്റഡീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ പറ്റിയിട്ട് പഠിക്കാൻ. ഇനി ശിൽപ ആനന്ദ് പറയുന്നത് എങ്ങനെയാണ് വെസ്റ്റേൺ സൊസൈറ്റിയിൽ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. അതായത്
വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് എടുത്തുകൊണ്ടിട്ടാണ് ഈ ഡിസേബിലിറ്റിയുടെ ഒറിജിനെ പറ്റിയിട്ട് അവർ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റിലീജിയസ് ബിലീവ്സ്, എപ്പിഡമിക്സ്, ഹോസ്പിറ്റൽസ്, പുവർ ഹൗസസ്, മെഡിക്കൽ സയൻസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വാർസ്, ഡിസേബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് ഈവൻ ഫ്രീക്ക് ഷോസ്. ഈ മേജർ ഇവൻറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒറിജിൻ ഓഫ് ഡിസേബിലിറ്റീനെ പറ്റിയിട്ട് വെസ്റ്റ് മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ഇവൻറ്റ്സിനെയൊക്കെ ബേസ് ചെയ്ത് സ്കോളേഴ്സ് പല മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് റിലീജിയസ് മോഡൽ, ദ മെഡിക്കൽ മോഡൽ, ദ സോഷ്യൽ മോഡൽ ഓഫ് ഡിസേബിലിറ്റി. ഓരോ മോഡൽസിലും ഓരോ രീതിയിലാണ് ഡിസേബിലിറ്റീനെ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലീജിയൻ ആണെങ്കിൽ എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റി ഡിസേബിലിറ്റീനെ ഓഫൺ കണക്റ്റഡ് ഇറ്റ് വിത്ത് സിൻ, ചാരിറ്റി ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. മെഡിക്കൽ സയൻസിലാണെങ്കിൽ ആൾക്കാരെ നോർമൽ അല്ലെങ്കിൽ അബ് നോർമൽ ബോഡീസ് എന്ന് പറഞ്ഞ് രണ്ട് രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പ്രൊഡക്റ്റീവ് വർക്കേഴ്സിനായിരുന്നു വാല്യൂ ചെയ്തിരുന്നത്, ബിക്കോസ് വിച്ച് കോസ്ഡ് ഡിസേബിൾഡ് പീപ്പിൾ ടു ബിക്കം മോർ സോഷ്യലി എക്സ്ക്ലൂഡഡ്. അതായത് നല്ല രീതിയിലേക്ക് ഫിസിക്കലി ഏബിൾഡ് അല്ലാതായിട്ടുള്ളവരെ അവർ നെഗ്ലക്റ്റ് ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡ് ചെയ്തു. പിന്നീട് ഡിസേബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ് വന്നതോടെ ഇങ്ങനെയുള്ള ബാരിയേഴ്സ്, ഡിസേബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ബാരിയേഴ്സ് എല്ലാം റിമൂവ് ചെയ്യണം എന്ന് അവർ അഡ്വക്കേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ളൊരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ആ ഒരു വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിസേബിലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലായിരുന്നു അല്ലെങ്കിൽ ഓരോ മോഡലിലായിരുന്നു ഡിസേബിലിറ്റീനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ സൊസൈറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് ഒന്നും കേരളത്തിൽ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. സോ അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസസിനെയൊക്കെ കുറിച്ചിട്ടാണ് ശില്പ ആനന്ദ് പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ഹിസ്റ്ററി ആയിട്ട് മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ മറ്റുള്ള കൾച്ചറിലേക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം വെസ്റ്റേൺ കൾച്ചർ അല്ല വേറെ ഉള്ള കൺട്രീസിലെ കൾച്ചർ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. വെസ്റ്റേൺ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം അതായത് ശില്പ ആനന്ദ് പിന്നീട് അതിൻ്റെ യൂണിവേഴ്സൽ യൂസ്, അതായത് എല്ലായിടത്തും ആ ഒരു വെസ്റ്റേൺ ഹിസ്റ്ററിനെ അപ്ലൈ ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്. വെസ്റ്റേൺ സ്കോളേഴ്സ് ഒരു ഫിക്സഡ് ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം ഡിസേബിലിറ്റി ഹിസ്റ്ററി എഴുതേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഹിസ്റ്റോറിക്കൽ ഈവൻസിനെയും അവർ റിലീജിയസ്, മെഡിക്കൽ, സോഷ്യൽ ഇങ്ങനെ ഒരു 3 കാറ്റഗറിയിലായിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറീസ് വെസ്റ്റേൺ ഹിസ്റ്ററിയിൽ നല്ലോണം വർക്ക് ചെയ്യും. പക്ഷേ കാരണം അത് വെസ്റ്റേൺ കൾച്ചറൽ എക്സ്പീരിയൻസസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് ആ ഒരു ഹിസ്റ്ററി ആയിട്ട് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തു പോകും. പക്ഷേ അത് ഇന്ത്യൻ സൊസൈറ്റീനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യയുടേതായിട്ടുള്ള ട്രഡീഷൻ അല്ലെങ്കിൽ ദെയർ വേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ ബോഡി ഇങ്ങനെയുള്ള കാര്യത്തിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് തന്നെ ശില്പ ആനന്ദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസേബിലിറ്റി ഹിസ്റ്ററി ഷുഡ് നോട്ട് അസ്യൂം ദാറ്റ് ഓൾ കൾച്ചേഴ്സ് ഫോളോഡ് ദ സെയിം ഹിസ്റ്റോറിക്കൽ പാത്ത്. എല്ലാ കൾച്ചേഴ്സും ഒരേ ഹിസ്റ്റോറിക്കൽ പാത്ത് അല്ല ഫോളോ ചെയ്തിരുന്നത്. എവ്രി കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസെപ്റ്റ്സ് ആൻഡ് വേസ് ഓഫ് തിങ്കിങ്. ഇനി എസ്സേയുടെ അടുത്തൊരു മേജർ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഡിസേബിലിറ്റി സ്റ്റഡീസിനെ പറ്റി പഠിച്ചിട്ടുള്ള സ്കോളേഴ്സ് ആയിട്ടുള്ള ഉഷ ഭട്ട്, അനിത ഖായ്, മൈൽസ്, പിന്നെ ബാക്കി പലരെയൊക്കെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ മഹാഭാരത, രാമായണ, മനുസ്മൃതി, കാരക സംഹിത, ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ്, പിന്നെ റൂൾ ഓഫ് ദ അശോക ഇങ്ങനെയുള്ള ടെക്സ്റ്റിനെ എല്ലാം റെഫർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഡിസേബിലിറ്റീനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു ഉഷ ഭട്ട്, ഇന്ത്യൻ സൊസൈറ്റിയിൽ പല സമയത്തും പല രീതിയിലാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സംടൈംസ് ഡിസേബിൾഡ് പീപ്പിൾ വെയർ പ്രൊട്ടക്റ്റഡ് ആൻഡ് കെയർഡ് ഫോർ. ചില സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ദേ വെയർ സോഷ്യലി എക്സ്ക്ലൂഡഡ് ആൻഡ് ദേ ഫേസ്ഡ് പിറ്റി. പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഡിസേബിലിറ്റീനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവൻ്റെ കർമ്മ കാരണമാണ് അവൻ ഡിസേബിൾഡ് ആയത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ടായിരുന്നു.
അതായത് നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ലൈഫിൽ നമ്മൾ ചെയ്ത തെറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ട് ജനിച്ചത് എന്ന് ഉള്ളൊരു ഇന്ത്യൻ തോട്ട് കൂടി അവിടെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും കിങ്സ് ഫാമിലീസ് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസ് എല്ലാം ഇങ്ങനെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിസം പോലും ദേ എൻകറേജ് കൈൻഡ്നെസ് ടുവേർഡ്സ് ദം, ചാരിറ്റി അല്ലെങ്കിൽ ചാരിറ്റിയുടെയൊക്കെ ബേസിസിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിനെയെല്ലാം ശില്പ ആനന്ദ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ശരിക്കും വെസ്റ്റേൺ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഡിസേബിലിറ്റി ഹിസ്റ്ററി, അതായത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഡിസേബിലിറ്റി ഹിസ്റ്ററിയിൽ ഉള്ള കുറേ പ്രോബ്ലംസിനെ പറ്റിയിട്ടും അവർ പറയുന്നുണ്ട്. ആദ്യത്തെ പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഈ പലതരത്തിലുള്ള ഡിസേബിലിറ്റീസിനെയൊക്കെ വെസ്റ്റേൺ കാറ്റഗറീസ് ആയിട്ടുള്ള റിലീജിയൻ, മെഡിസിൻ, ചാരിറ്റി ഈ 3 കാറ്റഗറീസിൽ ഏതെങ്കിലും ഉൾപ്പെടുത്താനായിട്ടായിരുന്നു ഈ ഇന്ത്യൻ സ്കോളേഴ്സ് ശ്രമിച്ചിരുന്നത്. പക്ഷെ പല ഇന്ത്യൻ ടെക്സ്റ്റും ഈ ഒരു കാറ്റഗറീസിൽ ഫിറ്റ് ആവില്ല, ഒരിക്കലും ഈ ഒരു വെസ്റ്റേൺ മോഡൽസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മഹാഭാരത വാസ് കമ്പയർഡ് വിത്ത് ബൈബിൾ. പക്ഷേ ഈ ഒരു കമ്പാരിസൺ തെറ്റാണെന്നാണ് ശില്പ ആനന്ദ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ടെക്സ്റ്റാണ്, അതിനകത്ത് റിലീജിയസ് ടീച്ചിങ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ മഹാഭാരത അങ്ങനെയല്ല. മഹാഭാരത ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. ഓരോ ഈവൻസിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസാണ് മഹാഭാരത. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒന്നും അല്ല അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിനെ ഒരിക്കലും ബൈബിളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും വായിക്കാനായിട്ട് പറ്റില്ല. ഡിസേബിലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറയുന്ന ഒരു പ്രോബ്ലമാണ് സൂർദാസിനെയും അഷ്ടവക്രേനെയും ഡിസേബിലിറ്റി ഓപ്പറേഷനെതിരെയുള്ള ഒരു സിമ്പിൾസ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനെയും ശില്പ ആനന്ദ് കംപ്ലീറ്റ് ആയിട്ട് ഡിസഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് എഴുതിയ സമയത്ത്, ഈ സൂർദാസും അഷ്ടവക്രയൊക്കെ എഴുതിയ സമയത്ത് ഈ ഡിസേബിലിറ്റി റൈറ്റ്സോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഓപ്പറേഷനോ എന്ന് പറയുന്ന ഒരു ഐഡിയാസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പൊളിറ്റിക്കൽ ഐഡിയാസ് എടുത്ത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ ആയിട്ട് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഈ പ്രോബ്ലംസിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം ശില്പ ആനന്ദ് ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ഒരു പുതിയ മെത്തേഡ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അതായത് മിഷേൽ ഫൂക്കോയുടെ ദ ഐഡിയ ഓഫ് ജീനിയോളജിയാണ് അവരിവിടെ പ്രപ്പോസ് ചെയ്യുന്ന മെത്തേഡ്. ജീനിയോളജി ഒരിക്കലും ഈ ഹിസ്റ്ററിനെ പോലെ ഒരു ഫിക്സഡ് ഒറിജിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് പോകാറില്ല. അതെപ്പോഴും എങ്ങനെയാണ് ഐഡിയാസ് ഡെവലപ്പ് ആയത്, ചേഞ്ച് ആയത്, ട്രാൻസ്ഫോം ആയത്, അതായത് ഓരോ കാലത്തിനനുസരിച്ച് ഐഡിയാസ് എങ്ങനെ ചേഞ്ച് ചെയ്തു, ഡെവലപ്പ് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു എന്നൊക്കെയുള്ളതാണ് ജീനിയോളജി നോക്കുന്നത്. ദേ ഡു നോട്ട് സെർച്ച് ഫോർ എ വൺ ഫിക്സഡ് ഒറിജിൻ. ഐഡിയാസ് ഒരിക്കലും ത്രൂ ഔട്ട് ഹിസ്റ്ററി ഒരേപോലെ റിമെയിൻ ചെയ്യത്തില്ല. അതിൽ ചേഞ്ചസ് ഉണ്ടാവും, ബ്രേക്സ് ഉണ്ടാവും, ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവും, പുതിയ ഐഡിയാസ് ഡെവലപ്പ് ആവും. അല്ലാതെ എപ്പോഴും ത്രൂ ഔട്ട് ഹിസ്റ്ററി ഒരേപോലെ ഐഡിയാസ് റിമെയിൻ ചെയ്യില്ല. ജീനിയോളജിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊളോണിയലിസത്തിന് ശേഷം ഈ ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ ചേഞ്ചായി, ഇന്ത്യൻ വേസ് ഓഫ് തിങ്കിങ്ങിൽ എങ്ങനെ ഈ ഒരു ഡിസേബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് മാറ്റം വന്നു. കാരണം കൊളോണിയലിസത്തിന് മുമ്പ് വേറെ രീതിയിലായിരുന്നു ഡിസേബിലിറ്റീനെ കണക്കാക്കി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർമ്മ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു കൊളോണിയലിസത്തിന് മുമ്പ് ഡിസേബിലിറ്റീനെ ഇന്ത്യയിൽ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ കൊളോണിയലിസത്തിന് ശേഷം അത് ചേഞ്ചായി. കാരണം വെസ്റ്റേൺ ഐഡിയാസ് അബൌട്ട് ഡിസീസ്, അബ്നോർമാലിറ്റി, ഡിസേബിലിറ്റി ഇങ്ങനെയുള്ള അവരുടെ ഈ ഡിസീസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി, ഡിസേബിലിറ്റിനെയൊക്കെ കുറിച്ചുള്ള വെസ്റ്റേൺ ഐഡിയാസ് ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് വന്നു. ഇന്ത്യൻ സൊസൈറ്റി അതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയി. അപ്പോൾ ഡിസേബിലിറ്റീനെ ഒരു മെഡിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ സൊസൈറ്റി കാണാൻ തുടങ്ങി. ശില്പ ആനന്ദ് അവരുടെ മെത്തേഡിനെ പറ്റിയിട്ട് ഫെർദർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 2 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തേതാണ് മോൺസ്ട്രോസിറ്റി.
യൂറോപ്പിൽ മോൺസ്ട്രസ് ബോഡീസ് ഒക്കെ സിൻ, അബ്നോർമാലിറ്റി, മോറൽ ഡിസോർഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു പറയുന്നത്. പിന്നീട് സയൻറ്റിഫിക് അപ്രോച്ച് വന്നപ്പോൾ ഇത് ബയോളജിക്കൽ അബ്നോർമാലിറ്റീസുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മോൺസ്ട്രസ് ബോഡീസ് ദേ ബിക്കെയിം ആൻ ഒബ്ജക്ട്സ് ഓഫ് ഫിയർ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഇങ്ങനെ ബയോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉള്ളവരെ പേടിയോടുകൂടി അല്ലെങ്കിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി ഒരിക്കലും ഇങ്ങനെ ഒരു മോൺസ്ട്രസ് ബോഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നില്ല. കൊളോണിയൽ റിപ്പോർട്ട്സിലൊക്കെ ഇങ്ങനെ അൺയൂഷ്വൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ള കുട്ടികളെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സൊസൈറ്റി ഒരിക്കലും ഈ ഒരു മോൺസ്ട്രോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കോൺസെപ്റ്റ് ആയിട്ടുള്ള മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ സൊസൈറ്റിയിൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത് പറയുന്ന കാര്യം ആണ് ഷാ ദൗളാസ് ചൂഹാസ്. അതായത് കൊളോണിയൽ റൈറ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാ ദൗളയുടെ ഷ്രൈനിൻ്റെ അടുത്ത് താമസിച്ചിരുന്നവരെല്ലാം മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് വന്ന സ്കോളേഴ്സ് എല്ലാം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ഈ ഒരു ഷ്രൈന്, ഷാ ദൗളയുടെ ഷ്രൈന് ഒരു പണ്ടത്തെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആയിട്ടാണ് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ ശില്പ ആനന്ദ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കൺക്ലൂഷൻസ് എല്ലാം നമ്മൾ കേൾവി ഉണ്ടായതും അല്ലെങ്കിൽ കൊളോണിയൽ ഇൻ്റർപ്രിട്ടേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതുമാണ്. അല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ നമ്മളിങ്ങനെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൊളോണിയൽ ഇൻ്റർപ്രിട്ടേഷൻസിനെ ബേസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ നമ്മുടെ ലോക്കൽ ബിലീഫ്സ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ മീനിങ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം അതിനെ പറയാൻ. ഒരിക്കലും നമ്മൾ കൊളോണിയൽ മെഡിക്കൽ ക്ലാസിഫിക്കേഷൻസിനെ ബേസ് ചെയ്യാൻ പാടില്ല. ഈ എസ്സേയുടെ അവസാനത്തിൽ ശില്പ ആനന്ദ് പറയുന്നത് ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ബോഡ്ലി ഡിഫറൻസിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇതൊരിക്കലും യൂണിവേഴ്സൽ ആയിട്ടല്ല, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഒരേ രീതിയിലായിരിക്കത്തില്ല ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ഈ ബോഡ്ലി അല്ലെങ്കിൽ മെൻ്റൽ ഡിഫറൻസസിനെയൊക്കെ വേറെ രീതിയിലായിരിക്കും അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് വെറുതെ വെസ്റ്റേൺ മോഡലിനെ എടുത്ത് ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്യരുത്. മറിച്ച് ഇന്ത്യൻ കൾച്ചറിനെ, ട്രഡീഷൻ, സിസ്റ്റംസ് ഓഫ് നോളജിനെയൊക്കെ ബേസ് ചെയ്ത് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് അത് വെച്ചിട്ട് വേണം ഇന്ത്യൻ ഡിസേബിലിറ്റി ഹിസ്റ്ററിനെ മനസ്സിലാക്കാൻ. ഈ വെസ്റ്റേൺ സ്കോളർഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ശില്പ ആനന്ദ് ഒരിക്കലും റിജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കൾച്ചറും അവരുടേതായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ്, ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വേണം അനാലിസിസ് നടത്താനായിട്ട്. എന്നാൽ മാത്രമേ വളരെ ആക്യുറേറ്റ് അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഓഫ് ഡിസേബിലിറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, ഹെർ എസ്സേ ഈസ് എ പവർഫുൾ ക്രിറ്റിക് ഓഫ് യൂറോസെൻട്രിക് ഡിസേബിലിറ്റി ഹിസ്റ്ററി. So that's all about this essay. See you in next class.